സംഘപരിവാർ കൊല ചെയ്ത പുല്ലാണി ഫൈസലിന്റെയും റിയാസ് മൗലവിയുടെയും കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നിഷേധിച്ചെന്ന മുസ്ലിം ലീഗിന്റെ പ്രചാരണം അസംബന്ധമാണെന്ന് കെ ടി ജലീൽ പറഞ്ഞു. സമാനമായൊരു സംഭവമായിരുന്നു തിരൂരിലെ യാസിർ വധം. കഴിഞ്ഞ 5 വർഷം UDF അല്ലേ ഈ നാട്ടിൽ ഭരിച്ചത്. യാസിറിൻ്റെ കുടുംബത്തിന് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള UDF ഗവൺമെൻറ് എന്ത് നഷ്ടപരിഹാരമാണ് നൽകിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എത്ര പ്രവർത്തകർ RSSകാരുടെ കൊലക്കത്തിക്കിരയായി? അവർക്കാർക്കെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തോ? മതാടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നൊക്കെയുള്ള ലീഗിൻ്റെ ഈ പ്രചരണങ്ങൾ നാട്ടിൽ മതാന്ധത വർദ്ധിപ്പിക്കുകയും വർഗീയ ധ്രുവീകരണം ശക്തമാക്കുകയും ചെയ്യും. താനൂരിലെ സംഘർഷം മുസ്ലിം ലീഗിന്റെ അസഹിഷ്ണുത മൂലമാണ്. പോലീസ് ഇടപെട്ടത് സംഘർഷം തടയാനാണെന്ന കാര്യം മുസ്ലിം ലീഗിന് നല്ല ബോധ്യമുണ്ട്. കുട്ടി അഹമ്മദ് കുട്ടി തന്നെ താനൂരിലെ സമാധാന യോഗത്തിൽ പറഞ്ഞത് പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടായില്ലായിരുന്നു എങ്കിൽ 2-3 പേർ മരണപ്പെടുന്ന സ്ഥിതി താനൂരിൽ ഉണ്ടാകുമായിരുന്നു എന്ന്. സംഘപരിവാറിനെ ചെറുക്കുന്ന ഇടതുപക്ഷം മലപ്പുറത്ത് അട്ടിമറി വിജയം നേടുമെന്നും ജലീൽ പറഞ്ഞു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അട്ടിമറി വിജയം നേടിക്കൊണ്ട് TK ഹംസ മലപ്പുറത്തിൻ്റെ മനസ്സ് ഏത് വിധേനയും ചിന്തിക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. 2006 കുറ്റിപ്പുറത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ, അതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അത്ര പോലും വോട്ട് ടോട്ടൽ കിട്ടാതിരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് ഇവിടെ വിജയിച്ചത്. 35,000 വോട്ടുകൾക്ക് മാത്രം UDF ജയിച്ചു പോന്നിരുന്ന താനൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അടിപതറിയത് നമുക്കറിയാം. ക്യാമറമാൻ ഡാറ്റസ് വേലായുധനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1 മലപ്പുറം.